ഇറ്റ്സ് മീരിയ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിനു വേറെ സൊല്യൂഷൻസ്. അപ്പോൾ മിസ് വന്നിട്ടുള്ളത് 2023 ക്വാർട്ടർലി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ആയിട്ടാണ്. അപ്പോൾ 2023 സോഷ്യൽ സയൻസിൽ ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അധികം വൈകാതെ തന്നെ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഓക്കെ, എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. നമുക്കറിയാം അല്ലെ, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ലോകത്ത് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് എന്ത്, UNO അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടന എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ലക്ഷ്യങ്ങളാണ് നമ്മളോട് 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളത്. എത്ര ലക്ഷ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്? പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങൾ, 3 എയിംസ്, 3 ഒബ്ജക്റ്റീവ്സ് അല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ എന്താന്ന് നോക്കിക്കോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിക്കോ. To save the succeeding generation from the scourge of war. ഇതാണ് ഒന്നാമത്തെ പോയിന്റ് അല്ലെ. ഭാവി തലമുറയെ യുദ്ധഭീതിയിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനിയുള്ള തലമുറയെങ്കിലും എന്താണ്, യുദ്ധത്തിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ് UNOയുടെ ഒന്നാമത്തെ എയിം ആയിട്ട് പറയുന്നത്. രണ്ടാമത്തത് ടു പ്രൊട്ടക്ട് ഇന്റർനാഷണൽ ട്രീറ്റീസ് ആൻഡ് ലോസ് ആണ് അല്ലെ. അന്താരാഷ്ട്ര ഉടമ്പടികളും നിയമങ്ങളും സംരക്ഷിക്കുക എന്നതാണ് രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ് ആണ് അല്ലെ. എന്താ പറയുന്നത്? സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആണ്. ലോകരാഷ്ട്രങ്ങളുടെ പുരോഗതിക്കായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഫോസ്റ്റർ ചെയ്യുക, ഏകോപിപ്പിക്കുക. കാരണം എന്താണ്, ഈ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ ഡൗൺ ആയിപ്പോയി അല്ലെ. ഇനി എങ്ങനെയെങ്കിലും അവയൊക്കെ എന്താക്കണം, ഉയർത്തിക്കൊണ്ടുവരണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത് അല്ലെ. പ്രധാനമായിട്ട് 3 പോയിന്റ്സ് ആണ് നമുക്ക് UNOന്റെ എയിംസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ആയിട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നോക്കൂ, റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഓൾ ഇന്ത്യ സർവീസ് ആണ്. അഖിലേന്ത്യാ സർവീസിന്റെ സവിശേഷതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താണ് അഖിലേന്ത്യാ സർവീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. ഇതിൽ 3 മിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കൂ, 3 നമുക്ക് പഠിക്കാനുണ്ട്. ഏതൊക്കെയാ? ഓൾ ഇന്ത്യ സർവീസ് ഉണ്ട്, സെൻട്രൽ സർവീസ് ഉണ്ട്, സ്റ്റേറ്റ് സർവീസ് ഉണ്ട്. അത് 3ഉം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 2023 നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏത് മാത്രമാണ്? ഓൾ ഇന്ത്യ സർവീസിന്റെ ഫീച്ചർ, സവിശേഷതയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഓൾ ഇന്ത്യ സർവീസിന്റെ ഫീച്ചർ എന്തൊക്കെയാ? അതിൽ ഒന്നാമത്തെ പോയിന്റ് നോക്കിയോ. യെസ്, റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവലാണ് അല്ലെ. ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ദേശീയ തലത്തിലാണ്. രണ്ടാമത്തെ പോയിന്റ് അപ്പോയിന്റ് ഇൻ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് സർവീസ് ആണ്. അവരെ നിയമിക്കുക എങ്ങനെയായിരിക്കും? യെസ്, സെൻട്രൽ സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ ആയിരിക്കും അവരെ നിയമിക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഇതിന്റെ എക്സാമ്പിൾ ആണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓൾ ഇന്ത്യ സർവീസിന് 2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? യെസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അല്ലെങ്കിൽ IAS, ഇന്ത്യൻ പോലീസ് സർവീസ് അല്ലെങ്കിൽ IPS. ഇതാണ് നമ്മൾ ഇതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നമ്മളോട് ഇതിന് പകരമായിട്ട് ചിലപ്പോൾ സെൻട്രൽ സർവീസും അല്ലെങ്കിൽ സ്റ്റേറ്റ് സർവീസിന്റെ ഫീച്ചേഴ്സ് ചോദിക്കും. അത് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. Explain the role of the first Continental Congress in American War of Independence ആണ് അല്ലെ. അതായത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വഹിച്ച പങ്കാണ് അല്ലെ. 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് നമുക്കറിയാലോ അല്ലെ. അപ്പൊ എന്തായിരുന്നു 1774 ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ 1ാം വൻകര സമ്മേളനത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇത്രയേ ഉള്ളൂ. 13 കോളനികൾ എല്ലാവരും കൂടി ഫിലാഡൽഫിയയിൽ ഒരു മീറ്റിംഗ് കൂടി. ആ മീറ്റിംഗ് 1774 അല്ലെ. അപ്പൊ ആ മീറ്റിംഗിനെയാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയാം. അതിന്റെ പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു? അതിൽ ഒന്നാമത്തെ എന്താ? പീപ്പിൾ ഓഫ് ദ കോളനി സബ്മിറ്റഡ് എ പെറ്റീഷൻ ആണ്. എന്താ പറയുന്നത്? അതായത് 13 കോളനിയിലുള്ള ആളുകളൊക്കെ കൂടി ഇംഗ്ലണ്ടിലെ കിങ്ങിന് ഒരു നിവേദനം അയക്കുകയാണ്, ഒരു പെറ്റീഷൻ അയക്കുകയാണ് അല്ലെ. എന്തിനാണ് ഇവർ പെറ്റീഷൻ അയക്കുന്നത്? യെസ്, അവരുടെ മേലുള്ള ആ ഒരു റെഗുലേഷൻസ് ഒക്കെ എന്താക്കണം, ഒഴിവാക്കി തരണം, അവരുടെ അനുമതി ഇല്ലാതെ ടാക്സ് ചുമത്തരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പെറ്റീഷൻ അയച്ചത് അല്ലെ. പക്ഷെ രാജാവ് എന്ത് ചെയ്തു? ആ കിങ്ങിന് ഇവർ പെറ്റീഷൻ അയച്ചു, രാജാവ് നേരെ എന്ത് ചെയ്തു? അതിനെ സപ്രസ് ചെയ്തു അല്ലെ. പക്ഷെ അത് സക്സസ് ആയോ? 1774 കോണ്ടിനെന്റൽ കോൺഗ്രസ് സക്സസ് ആയിട്ടില്ല. അതുകൊണ്ടാണ് അവര് നെക്സ്റ്റ് ഇയർ തന്നെ സെക്കൻഡ് കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചത് എന്നുള്ളത് ഓർക്കാം. അപ്പൊ ആൻസർ എന്താ വരുന്നത് നോക്കിയോ. വ്യവസായങ്ങൾക്കും വ്യാപാരത്തിനും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ നീക്കണമെന്നും തങ്ങളുടെ അംഗീകാരമില്ലാതെ നികുതി ചുമത്തരുതെന്നും ആവശ്യപ്പെട്ട് കോളനി ജനത ഇംഗ്ലണ്ടിലെ രാജാവിന് ഒരു പെറ്റീഷൻ അയക്കുന്നു. ആ രാജാവ് എന്ത് ചെയ്യുന്നു? അതിനെ സപ്രസ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്.
പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ മൊറോക്കൻ ക്രൈസിസ് ആണ് മൊറോക്കൻ പ്രതിസന്ധിയെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതായത് നമുക്കറിയാം ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒരു സീക്രട്ട് ട്രീറ്റി സൈൻ ചെയ്യുകയാണ് അല്ലേ. ബ്രിട്ടൻ മൊറോക്കോ എന്ന് പറയുന്ന സ്ഥലം ആർക്ക് കൊടുക്കുകയാണ്? ഫ്രാൻസിന് കൊടുക്കുകയാണ്. അപ്പോൾ അതേസമയം ജർമ്മനിക്കും മൊറോക്കോ വേണം എന്ന് പറഞ്ഞു വന്നു. അങ്ങനെ ഈ മൊറോക്കോ വിട്ടു തരില്ല എന്ന് ആര് പറഞ്ഞു? ഫ്രാൻസ് പറഞ്ഞു. അപ്പോൾ ഈ ഫ്രാൻസിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ജർമ്മനി എന്ത് ചെയ്തു? ഒരു യുദ്ധക്കപ്പൽ അയച്ചു. അപ്പോൾ ശരിക്കും ആര് ഭയന്നിട്ടുണ്ട്? ഫ്രാൻസ് ഭയന്നു. അങ്ങനെ ഫ്രാൻസ് പറഞ്ഞു മൊറോക്കോ ഞങ്ങൾക്ക് വേണം, പകരം ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് തരാം? ഫ്രഞ്ച് കോങ്കോ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്രശ്നം താൽക്കാലികമായിട്ട് പരിഹരിച്ചെങ്കിലും പിന്നീടും ഈ ഫ്രാൻസും ജർമ്മനിയും തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു യുദ്ധം നീണ്ടു നിന്നു. അതാണ് എന്ത്? മൊറോക്കൻ ക്രൈസിസ്. ക്ലിയർ അല്ലേ? നമ്മളത് പഠിച്ച കാര്യങ്ങളാണ് അല്ലേ. നോക്കുക ആൻസർ. 1904 ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ ഒപ്പിട്ട ആ ഒരു സീക്രട്ട് ട്രീറ്റി അല്ലെങ്കിൽ രഹസ്യ സന്ധി അനുസരിച്ച് ആഫ്രിക്കൻ രാജ്യമായിട്ടുള്ള മൊറോക്കോയിൽ ഫ്രാൻസിന്റെ ആധിപത്യം ബ്രിട്ടൻ അംഗീകരിച്ചു. എന്നാൽ മൊറോക്കോ കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ച ജർമ്മനി അത് അംഗീകരിച്ചിട്ടില്ല. മൊറോക്കൻ തുറമുഖമായ അഗാഡറിലേക്ക് ജർമ്മനി യുദ്ധക്കപ്പൽ അയച്ചു അല്ലെ. പിന്നെ എന്തായി? തുടർന്നുള്ള അനുരഞ്ജന ചർച്ചയിൽ തങ്ങളുടെ കോളനി ആയിട്ടുള്ള ഫ്രഞ്ച് കോങ്കോ ആർക്ക് കൊടുക്കാന്ന് പറഞ്ഞു? ജർമ്മനിക്ക് കൊടുക്കാമെന്ന് ഫ്രാൻസ് പറഞ്ഞു അല്ലെ. അപ്പൊ ഫ്രാൻസ് അതിനെന്ത് ചെയ്തു? ഓക്കെ അംഗീകരിച്ചു, ഫ്രഞ്ച് കോങ്കോ എങ്കിൽ അത് പറഞ്ഞിട്ട് വാങ്ങാൻ നിന്നു അല്ലെ. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ടൊരു പരിഹാരം കണ്ടെത്തി. പക്ഷെ പിന്നീട് മൊറോക്കോന്റെ പേരിൽ ആര് തമ്മിൽ കച്ചറ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. യെസ്, ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അതാണ് എന്ത്? മൊറോക്കൻ ക്രൈസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. Analyze the role played by Mao Zedong in making China's People Republic ആണ്. അതായത് ചൈന ഒരു ജനകീയ റിപ്പബ്ലിക്കായിട്ട് മാറാൻ മാവോ സേതുങ് വഹിച്ച പങ്ക്. ഇത്രയേ ഉള്ളൂ. ചൈനയിലെ ഡോക്ടർ സന്യാസിന്റെ മരണശേഷം ചൈനയിൽ കുമിങ്താങ് പാർട്ടിയിലെ ലീഡറായിട്ട് ചിയാങ് കൈഷക് അല്ലേ വന്നത്. അപ്പൊ ചിയാങ് കൈഷക്കിന്റെ ഭരണം വർക്കാബദാണ് അല്ലെ. അപ്പൊ ഈ ഓപ്പോസിറ്റ് ചൈനയിൽ വേറൊരു പാർട്ടി ഉണ്ടായിരുന്നു, ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അല്ലെ. അപ്പൊ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർ ആയിരുന്നു ആര്? മാവോ സേതുങ്. അങ്ങനെ മാവോ സേതുങ് ഈ ഒരു കുമിങ്താങ് പാർട്ടിക്കെതിരെ ഒരു ലോങ് മാർച്ച് കണ്ടക്ട് ചെയ്തു. അതാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് അല്ലെ. അപ്പൊ ആൻസർ എന്ത് വരും? ഇതേ സമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ലീഡറായിട്ട് ആര് വന്നു? മാവോ സേതുങ് അധികാരത്തിൽ വന്നു. പിന്നീട് എന്തായി? അദ്ദേഹം ഒരു ലോങ് മാർച്ച് കണ്ടക്ട് ചെയ്തു അല്ലെ. എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ലോങ് മാർച്ച്? 12,000 കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ലോങ് മാർച്ച്. ആ ലോങ് മാർച്ചിൽ അദ്ദേഹം എന്ത് ചെയ്തു? ലാൻഡ് ലോഡ്സിന്റെ കയ്യിൽ നിന്നൊക്കെ ലാൻഡ് പിടിച്ചെടുത്തിട്ട് ഫാമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു അല്ലെ. അതിനുശേഷം ഈ മാവോ സേതുങ് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി അല്ലെ. അദ്ദേഹത്തിന് ഒരു ആർമി ഉണ്ടായിരുന്നു. അതാണ് റെഡ് ആർമിയാണ് അല്ലെ. റെഡ് ആർമിയാണ്, ചുവപ്പ് സേനയാണ്. ഈ ചുവപ്പ് സേന എന്ത് ചെയ്തു? കുമിങ്താങ് ഭരണം അവരുടെ കീഴടക്കി അല്ലെ. കുമിങ്താങ് ഭരണം കീഴടക്കി ചിയാങ് കൈഷക് നാട് വിട്ടു പോവുകയും ചെയ്തു അല്ലെ. അതിനുശേഷമാണ് ചൈന എന്തായി മാറിയിട്ടുള്ളത്? ചൈന ഒരു റിപ്പബ്ലിക് ആയിട്ട് മാറിയില്ലേ. ജനകീയ റിപ്പബ്ലിക് ആയിട്ട് ഏത് വർഷമാണ് മാറിയിട്ടുള്ളത്? 1949 ഒക്ടോബർ 1 എന്നുള്ളത് ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഡിഫറൻഷിയേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ലോക്പാൽ ആൻഡ് ലോകയുക്ത. ലോക്പാലും ലോകയുക്തയും തമ്മിലുള്ള എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം അല്ലെങ്കിൽ ഭരണ നവീകരണ പ്രവർത്തനങ്ങളാണ് ലോക്പാലും ലോകയുക്തയും അല്ലെ. രണ്ടും എന്താണ്? അതായത് കറപ്ഷൻസ് തടയാൻ വേണ്ടിയിട്ടാണ് രണ്ടും ഫോം ചെയ്തിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്താണ് ഇതിന് വ്യത്യാസം? നമുക്ക് നോക്കൂ. The institution constituted at national level to prevent corruption is ലോക്പാൽ. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായിട്ട് രൂപീകരിച്ചിട്ടുള്ളതാണ് എന്ത്? ലോക്പാൽ. നാഷണൽ ലെവലില് ബ്യൂറോക്രാറ്റ്സും അതുപോലെ പൊളിറ്റിക്കൽ ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ആളുകളൊക്കെ എന്താണ്? നാഷണൽ ലെവലില് കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക ലോക്പാൽ ആയിരിക്കും. അപ്പൊ ലോകയുക്ത എന്തായിരിക്കും? യെസ്, ലോകയുക്ത എന്ന് പറഞ്ഞാൽ ലോകയുക്ത is the institution constituted at the state level to hear the corruption cases. എന്താ പറയുന്നത്? സംസ്ഥാന തലത്തിൽ ആരെങ്കിലും അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് കേസെടുത്ത് അന്വേഷിക്കാരായിരിക്കും? ലോകയുക്ത ആയിരിക്കും. അപ്പൊ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതെന്തായാലും ചോദിക്കും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, നോക്കൂ. ഹൗ ഡിഡ് ദ കോളനിയൽ റൂൾ അഫക്ട് ദ ലൈഫ് ഓഫ് നാറ്റീവ് ഓഫ് ലാറ്റിൻ അമേരിക്ക? ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കാരണം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും കുറവ് പഠിക്കാനുള്ള ഒരു റവല്യൂഷനാണ് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കോളനി ഭരണം ലാറ്റിൻ അമേരിക്കയിലെ ജനജീവിതത്തെ എങ്ങനെയാണ് ബാധിച്ചത്? കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്.
നോക്കൂ, ദ സ്പാനിഷ് ആൻഡ് പോർച്ചുഗീസ് പ്രൊപ്പഗേറ്റഡ് ദെയർ ലാംഗ്വേജ്, റിലീജിയസ് ആൻഡ് കസ്റ്റംസ്. സ്പെയിനും പോർച്ചുഗീസ് എന്ത് ചെയ്യാണ്? അവരുടെ ഭാഷയും മതവും ഒക്കെ ലാറ്റിൻ അമേരിക്കയിൽ പ്രചരിപ്പിച്ചു. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ദേ ബിൽഡ് ഹൗസസ് ആൻഡ് ചർച്ചസ് ഇൻ സ്പാനിഷ് സ്റ്റൈൽ. സെവറൽ സ്കൂൾസ് വെർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ഇംപാർട്ടിംഗ് സ്പാനിഷ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അല്ലെ, അതായത് സ്പാനിഷ് ശൈലിയിലുള്ള വീടുകളും ചർച്ചുകൾ, ദേവാലയങ്ങളും ഒക്കെ എവിടെ നിർമ്മിച്ചു? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, The Spanish farming method and crop were introduced. അല്ലെ, സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും എവിടെ നടപ്പിലാക്കി? ലാറ്റിൻ അമേരിക്കയിൽ. അതായത് സ്പെയിനിൽ എങ്ങനെയാണോ കൃഷി ചെയ്യുന്നത്, ഏത് വിളയാണോ ചെയ്യുന്നത്, അത് തന്നെ എവിടെയും ചെയ്യാൻ തുടങ്ങി? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ചെയ്യാൻ തുടങ്ങി. അതാണ് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, ന്യൂ ഡിസീസസ് സ്പ്രെഡ് ഫ്രം യൂറോപ്യൻ ടു ലാറ്റിൻ അമേരിക്ക. പുതിയ പുതിയ രോഗങ്ങൾ യൂറോപ്യന്മാരിൽ നിന്നും എവിടേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി? എവിടേക്ക് സ്പ്രെഡ് ആവാൻ തുടങ്ങി? ലാറ്റിൻ അമേരിക്കയിൽ സ്പ്രെഡ് ആവാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ was enforced towards the native of all walks of life. അതെന്താ പറയുന്നത്? എല്ലാ രംഗങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലുള്ള ആളുകളോട് എന്ത് കാണിക്കാൻ തുടങ്ങി? ഒരു വംശീയ വിവേചനം, അല്ലെ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ തുടങ്ങി. ഏറ്റവും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് വംശീയ വിവേചനം എന്ന് പറഞ്ഞാൽ, അല്ലേ, അതായത് അവരുടെ രാജ്യത്ത് വന്നിട്ട് അവരോട് തന്നെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുക. അപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ ആളുകൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം ആണ്. ഫാസിസത്തിന്റെ സവിശേഷതകളാണ്. സിമ്പിൾ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഫീച്ചേഴ്സ് ഒക്കെ. മിസ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. ആന്റഗോണിസം ടു ഡെമോക്രസി, ജനാധിപത്യത്തോടുള്ള വിരോധം. നെക്സ്റ്റ് പോയിന്റ്, ഗ്ലോറിഫൈങ് ദ നാഷൻ, രാഷ്ട്രത്തെ മഹത്വവൽക്കരിക്കുക. ജസ്റ്റിഫൈങ് വാർ, യുദ്ധത്തെ മഹത്വവൽക്കരിക്കുക. ഡിഫൈൻ ദ പാസ്റ്റ്, ഭൂതകാലത്തെ പ്രകീർത്തിക്കുക. മിലിറ്ററി ഡിക്റ്റാറ്റർഷിപ്പ്, സൈനിക സ്വേച്ഛാധിപത്യം. അല്ലെ, 5 പോയിന്റ്സ്. നമ്മളോട് 4 മാർക്കാണെങ്കിൽ ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. നെക്സ്റ്റ്, ഓപ്പോസിഷൻ ടു സോഷ്യലിസം ആണ്. സോഷ്യലിസത്തോട് എതിർപ്പുള്ളവരായിരിക്കും ഫാസിസ്റ്റുകളും നാസിസ്റ്റുകളും. അല്ലെ, അഡോറിംഗ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, വംശമഹിമ ഉയർത്തിപ്പിടിക്കുന്നു. അല്ലെ, നെക്സ്റ്റ് ഏതാണ്? ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് ആണ്, തീവ്രദേശീയത പ്രചരിപ്പിക്കുക. നെക്സ്റ്റ്, അവരുടെ ഐഡിയോളജീസ് എങ്ങനെയാണ് പോകുന്നത്? ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ, കലാ, സാഹിത്യം, വിദ്യാഭ്യാസത്തിലൂടെയാണ് അവരുടെ ഐഡിയോളജീസ് ജനങ്ങളിലേക്ക് എത്തുന്നത്. നെക്സ്റ്റ്, ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് ആണ്, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുക. ഇത്രയും പോയിന്റ്സ് ആണ് ഫാസിസത്തിന്റെ ഫീച്ചറായിട്ട് നമ്മൾ എഴുതേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. നോക്കൂ, അറേഞ്ച് ദ ഐറ്റം ഇൻ കോളം എ വിത്ത് ദ അപ്രോപ്രിയേറ്റ് ഐറ്റംസ് ഫ്രം കോളം ബി ആണ്. അല്ലെ, അതായത് എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്നും കണ്ടെത്തി ക്രമപ്പെടുത്തുക. എന്തൊക്കെയാ ചോദിച്ചിട്ടുള്ളത് നോക്കിയോ? അഡോൾഫ് ഹിറ്റ്ലർ ചോദിച്ചിട്ടുണ്ട്, ബെനിറ്റോ മുസോളിനി ചോദിച്ചിട്ടുണ്ട്, യാസർ അറാഫത്ത്, ഗമാൽ അബ്ദുൽ നാസർ. ഇത് കറക്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എപ്പോഴും ചേരുംപടി ചേർക്കുക എന്നുള്ളത് എല്ലാ എക്സാമിനും നമ്മളോട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ആൻസർ എന്ത് വരും നോക്കിക്കോ. യെസ്, അഡോൾഫ് ഹിറ്റ്ലറിന്റെ ഗെസ്റ്റപ്പോ ആണ് വരും. അല്ലെ, ഗെസ്റ്റപ്പോ എന്ന് പറയുന്നത് ഹിറ്റ്ലറിന്റെ ഒരു സീക്രട്ട് പോലീസ് ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ബെനിറ്റോ മുസോളിനി ഏതാണ്? ബ്ലാക്ക് ഷർട്ട് ആണ്, കരിങ്കുപ്പായക്കാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, യാസർ അറാഫത്ത് ആണ്, ഫലസ്തീൻ ലിബറേഷൻ മൂവ്മെന്റ് പഠിച്ചിട്ടില്ലേ, അവിടെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ്, ഗമാൽ അബ്ദുൽ നാസർ ആണ്, നോൺ അലൈഡ് മൂവ്മെന്റ്, ചേരിചേരാ പ്രസ്ഥാനം. അല്ലെ, ഇതുപോലെയാണ് ചേരുംപടി ചേർക്കുക എന്നുള്ളത്. ഇതേ ഭാഗം നമ്മളോട് എപ്പോഴും ചോദിക്കലുണ്ട്. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഉറപ്പായിട്ടും 2024 എക്സാമിന് ചോദിച്ചിരിക്കും. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ റിസൾട്ട് ഓഫ് റഷ്യൻ റവല്യൂഷൻ? റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ? എന്തൊക്കെയാണ് നോക്കൂ. റഷ്യ വിത്ത് ഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോകയുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറിയില്ലേ. ഒക്ടോബർ റവല്യൂഷന് ശേഷമാണ് ഈ റിസൾട്ട് ഒക്കെ സംഭവിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് പോയിന്റ്, സേസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ദ പെസൻസ്. ഭൂമിയൊക്കെ ലാൻഡ് ലോഡ്സിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു? പെസൻസിന്, കർഷകർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കേട്ടോ. നെക്സ്റ്റ്, ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടർ, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു. നെക്സ്റ്റ് പോയിന്റ്, ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ്, കേന്ദ്രീകൃത ഭരണം അല്ലെങ്കിൽ ആസൂത്രണം നടപ്പിലാക്കി. നെക്സ്റ്റ്, ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ടു ഫോഴ്സ് ഇൻ 1924. റഷ്യയിൽ 1924 ഒരു പുതിയൊരു ഭരണഘടന ഉണ്ടായി. ഇതൊക്കെയാണ് ഒക്ടോബർ റവല്യൂഷന്റെ അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷന്റെ റിസൾട്ട് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, എന്താ ചോദിച്ചിട്ടുള്ളത്? പൊതുഭരണത്തിന്റെ പ്രാധാന്യം. എപ്പോഴും നമ്മളോട് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതും എന്താണ്, നമുക്ക് 2024 ഓണം എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും കേട്ടോ. പൊതുഭരണത്തിന്റെ
പ്രാധാന്യമാണ്. എന്താണ് പ്രാധാന്യം നോക്കിക്കുക, 4 പോയിന്റ്സ് ആണ് ഉള്ളത് അല്ലെ. ഏതൊക്കെയാണത്? ഒന്ന്, ഫോർമുലേറ്റ് ഗവൺമെന്റൽ പോളിസിയാണ്, ഗവൺമെന്റ് നയങ്ങൾ രൂപപ്പെടുത്തുന്നു, അത് പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് ആണ്. രണ്ടാമത്തത് പ്രൊവൈഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്, സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, എൻഷുർ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ, ജനക്ഷേമം ഉറപ്പാക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ് ഏതാണ്? ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ ടു പബ്ലിക് ഇഷ്യൂ, ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നു. ഈ 4 പോയിന്റ്സ് ആണ് നമ്മളോട് എപ്പോഴും ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളിത് പഠിച്ച് വെക്കണം, പഠിച്ചിട്ടേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവാവൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആണ്. രണ്ടാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങളും ഫലങ്ങളുമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. 3 കാരണങ്ങളല്ലേ രണ്ടാം ലോകയുദ്ധത്തിനുള്ളത്. ഏതൊക്കെയാണ് കാരണങ്ങൾ? യെസ്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്, പോളിസി അപ്പേസ്മെന്റ് ചോദിക്കുന്നുണ്ട് അല്ലെ, പ്രീണന നയം, ദെൻ ഇമ്മീഡിയറ്റ് കോസ്, പെട്ടെന്നുള്ള കാരണം അല്ലെ. ഓക്കെ, നമുക്ക് നോക്കാം. നോക്കൂ, രണ്ടാം ലോകയുദ്ധത്തിൽ എന്താണ്? ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്, സൈനിക സഖ്യങ്ങളുടെ രൂപീകരണമാണ് ഒന്നാമത്തെ കാരണം അല്ലെ. 2 ഗ്രൂപ്പുകളായിട്ട് മാറിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ആക്സിസ് പവറും അലൈഡ് പവറും ആണ്. ആക്സിസ് പവറിൽ വരുന്ന യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്? ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ്. അലൈഡ് പവറിൽ വരുന്നതോ? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കാരണം. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ 2 ഗ്രൂപ്പുകളായിട്ട് മാറിയതാണ് രണ്ടാം ലോകയുദ്ധത്തിന്റെ ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, പോളിസി അപ്പേസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയമാണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ് അല്ലെ. അതായത് ജർമ്മനിയും ജപ്പാനും ഒക്കെ എന്താണ്, അതർ നാഷൻസിനെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും എന്താണ്, അതിനെ പ്രിവെന്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണ്? കാരണം അവരുടെ മെയിൻ എനിമി എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. സോവിയറ്റ് യൂണിയൻ ആവാനുള്ള കാരണം എന്താ? അതൊരു സോഷ്യലിസ്റ്റ് രാജ്യമായതുകൊണ്ട് ഇവരുടെയൊക്കെ മെയിൻ എനിമി എന്ന് പറയുന്നത് ആരാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. അപ്പോൾ ഈ ജർമ്മനിയും അതുപോലെ എന്താണ് നോക്കൂ, ഈ ജർമ്മനിയും ഇറ്റലിയും ഒക്കെ ബാക്കിയുള്ള നാഷൻസിനെ കയറി അറ്റാക്ക് ചെയ്തപ്പോൾ ഇവരതിനെ പ്രിവെന്റ് ചെയ്തില്ല അല്ലെ. ആര്? അലൈഡ് പവേഴ്സ് പ്രിവെന്റ് ചെയ്തില്ല. കാരണം ഇവരുടെ ടീം തന്നെ പിന്നീട് USA-യും USSR-ഉം കൂടി ചേർന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവരുടെയൊക്കെ മെയിൻ എനിമി എന്ന് പറയുന്നത് USSR ആണ്. USSR റഷ്യ ആണ് അല്ലെ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരുടെ അറ്റാക്കിനെ ഇവർ പ്രിവെന്റ് ചെയ്യാഞ്ഞത്? യെസ്, ഇവരെ സപ്പോർട്ട് ചെയ്യാണ് അല്ലെ. അതായത് ബാക്കിയുള്ള രാജ്യങ്ങളെയൊക്കെ എന്താണ് കയറി ആക്രമിക്കുമ്പോൾ ഇവർ നോക്കി നിന്നു. കാരണം ഇവരുടെ മെയിൻ എനിമി USSR ആണ്, റഷ്യ ആണ്. അതുകൊണ്ട് അല്ലെ ഇവിടെ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ, ഫാസിസോ നാസിസോ അല്ലേ, അപ്പൊ ഫാസിസ്റ്റ് ആക്രമണങ്ങളെ ഈ സഖ്യശക്തികൾ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ആ ഒരു പോളിസിനെയാണ് എന്ത് പറയുന്നത്? പോളിസി അപ്പേസ്മെന്റ് അല്ലെങ്കിൽ പ്രീണന നയം എന്ന് പറയുന്നത്. അതാണ് രണ്ടാം ലോകയുദ്ധത്തിന്റെ രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ മൂന്നാമത്തെ കാരണം നോക്കിക്കോ. ഇമ്മീഡിയറ്റ് കോസ് ആണ്, യുദ്ധം ഉണ്ടാവാനുള്ള പെട്ടെന്നുള്ള കാരണം. എന്താണ് പെട്ടെന്നുള്ള കാരണം? അതായത് ഓൺ 1 സെപ്റ്റംബർ 1939 ജർമ്മനി അറ്റാക്ക്ഡ് പോളണ്ട് ആണ് അല്ലെ. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു. ഇതാണ് പെട്ടെന്നുള്ള കാരണമായിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും 3 കാരണങ്ങളാണ് രണ്ടാം ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ. ഒന്ന്, ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഖ്യങ്ങളുടെ രൂപീകരണം. 2, പോളിസി അപ്പേസ്മെന്റ്, പ്രീണന നയം. 3, ഏതാണ്? ഇമ്മീഡിയറ്റ് കോസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള കാരണം. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒന്നുകൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഏതാണ്? ഫലങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ഫലങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് നമുക്ക് നോക്കൂ. ദ എൻട്രി ഓഫ് സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ച്ഡ് ദ കോംപ്ലക്ഷൻ ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. സോവിയറ്റ് യൂണിയന്റെയും അമേരിക്കയുടെയും കടന്നുവരവ് രണ്ടാം ലോകയുദ്ധത്തിന്റെ ഗതി മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റലി ആൻഡ് ജർമ്മനി കുഡ് നോട്ട് വിത്ത്സ്റ്റാൻഡ് ദ അറ്റാക്ക് ആൻഡ് സറണ്ടർഡ് ഇമ്മീഡിയറ്റ്ലി. അതായത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും എന്താണ് ഈ അലൈഡ് പവറിൽ ജോയിൻ ചെയ്തപ്പോൾ ഇറ്റലിക്കും ജർമ്മനിക്കും അവരോട് പൊരുതി നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്തു? കീഴടങ്ങി. എങ്ങനെയാണ് കീഴടങ്ങിയെന്ന് നോക്കിക്കോ. മുസോളിനെ നാട്ടുകാരെ പിടികൂടി വധിച്ചു. ഹിറ്റ്ലർ എന്ത് ചെയ്തു? ഹിറ്റ്ലർ കമ്മിറ്റഡ് സൂയിസൈഡ്. ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. തോറ്റില്ലേ? അപ്പൊ പിന്നെ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല, ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ആരും അവിടെ കീഴടങ്ങാനുള്ളത്? യെസ്, ജപ്പാൻ ആണുള്ളത് അല്ലെ. അപ്പൊ ജപ്പാനിൽ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അമേരിക്ക ഓഗസ്റ്റ് 6 ജപ്പാനിലെ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ബോംബ് എവിടെ ഇട്ടു? ജപ്പാനിലെ ഹിരോഷിമയിൽ ഇട്ടു. അതുപോലെ ഓഗസ്റ്റ് 9 ഫാറ്റ്മാൻ എവിടെ ഇട്ടു? ഫാറ്റ്മാൻ എന്ന് പറഞ്ഞ അണുബോംബ് നാഗസാക്കിയിൽ ഇട്ടു. അതോടുകൂടി ആരും കീഴടങ്ങി? ജപ്പാനും കീഴടങ്ങി. ഇതാണ് എഫക്ട്സിൽ, ഫലങ്ങളിൽ നമ്മൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള, ഇപ്പം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഓൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2023 ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഹിസ്റ്ററിയിൽ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ എന്താണ്, ജോഗ്രഫിയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മുടെ സക്കീർ സാറിൻ്റെ ആ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ? 2023 ക്വസ്റ്റ്യൻസ് ഒക്കെ ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ.